വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപകന് സസ്പെൻഷൻ. സ്കൂളിന് അനധികൃതമായി അവധി നൽകിയതിനാണ് ജിനിൽ ജോസിന് സസ്പെൻഷൻ ലഭിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഉമേഷ്, ഗുഡ് ഈവനിങ് അഗെയിൻ. ഇപ്പോൾ ഈ പ്രധാന അധ്യാപകന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. അനധികൃതമായി സ്കൂളിന് അവധി നൽകുക എന്നുള്ളതാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. മറ്റ് വിവരങ്ങൾ? ക്രിസ്റ്റീന, നമ്മൾ അല്പം മുൻപ് തന്നെ വട്ടിയൂർക്കാവ് സ്കൂളിലെത്തി, LP സ്കൂളിലെത്തി സ്കൂളിന്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചതാണ്. സ്കൂൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര നടപടി എടുത്തിരിക്കുന്നു. ഇത്തരത്തിൽ പ്രധാന അധ്യാപകൻ, അതായത് 7 അധ്യാപകരാണ് ആ സ്കൂളിലുള്ളത്. 7 അധ്യാപകരും ഇന്ന് പ്രതിപക്ഷ സംഘടനയും കൂടാതെ CPI സർവീസ് സംഘടനയും പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായി, ഈ സമരത്തിന്റെ ഭാഗമായതിനെ തുടർന്ന് ഒരു അധ്യാപകരും ഇന്ന് സ്കൂളിൽ ഹാജരാകാത്ത സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ മൊബൈലിലേക്കും ഇന്ന് അധ്യാപകരാരും സ്കൂളിൽ ഉണ്ടാകില്ല, അതുകൊണ്ട് തന്നെ സ്കൂൾ പ്രവർത്തിക്കില്ല എന്ന് കാണിച്ച് മെസ്സേജ് അയച്ചു. ഇതൊരു അധികാര ദുർവിനിയോഗമാണ്. വകുപ്പിന്റെ പേരിന് കളങ്കപ്പെടുത്തുന്ന നടപടിയാണ് ഈ HMന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. അടിയന്തരമായി റിപ്പോർട്ട് AEO സമർപ്പിച്ചിരുന്നു. AEO നേരിട്ടെത്തി കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചത്. അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി നടപടി. ഇന്ന് ഒരു വിദ്യാർത്ഥികളും സ്കൂളിൽ എത്തിയിരുന്നില്ല. ചില വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ സ്കൂളിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിൽ സ്കൂളിന് അവധി നൽകിയിട്ടില്ല എന്ന് AEO പറയുകയും ചെയ്തു. അതിനുശേഷം ഈ രക്ഷിതാക്കളുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തര നടപടി എടുത്തിരിക്കുന്നത്. ജിനിൽ ജോസിന് അടിയന്തര സസ്പെൻഷനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മേലധികാരികളുടെ അറിവില്ലാതെ അവധി നൽകുന്നത് വകുപ്പിന് കളങ്കമാണ്. HMന്റെ ഭാഗത്തുനിന്നുണ്ടായത് അധികാര ദുർവിനിയോഗവും അച്ചടക്കമില്ലായ്മയുമാണെന്നും ഈ ഉത്തരവിൽ പറയുന്നു. എന്തായാലും അടിയന്തരമായി തന്നെ നടപടിയെടുത്ത് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ക്രിസ്റ്റീന, ഇതിൽ പ്രധാനാധ്യാപകൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം തേടിയെന്ന് എനിക്കറിയില്ല. എന്താണ് അദ്ദേഹത്തെ ഈ അവധി നൽകാൻ പ്രചോദിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ സമരത്തിൽ പങ്കെടുക്കുകയാണ് അധ്യാപകരെല്ലാവരും, അതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ടേക്ക് എത്തി ബുദ്ധിമുട്ടേണ്ടതില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായം. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ അവധി നൽകി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടില്ല. ഉമേഷിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ജീവനക്കാർ ഇന്ന് പണിമുടക്കിയത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ അധ്യാപകരും പണിമുടക്കിയത്. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ എത്തേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ഉമേഷ് തുടരൂ. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നാണ്? നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി മടങ്ങിപ്പോകുക, പ്രത്യേകിച്ച് LP സ്കൂളാണ്, ചെറിയ കുട്ടികളാണ്, മാതാപിതാക്കളെല്ലാം രാവിലെ സ്കൂളിൽ എത്തിച്ച് അവരെ തിരികെ കൊണ്ടുപോവുക എന്നുള്ളതെല്ലാം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇന്ന് അധ്യാപകരാരും സ്കൂളിൽ ഉണ്ടാകില്ല എന്ന അറിയിപ്പ് ഇത്തരത്തിൽ രക്ഷിതാക്കൾക്ക് നൽകിയിരുന്നു. അല്ലാതെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ഈ HM നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതുകൂടാതെ ഈ 7 അധ്യാപകരും സാധാരണ ഒരു സർക്കാർ സർവീസിലെ, സർക്കാർ സ്ഥാപനത്തിലെ മേലധികാരി ഈ സമരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ തൊട്ട് താഴെയുള്ള സീനിയർ ഉദ്യോഗസ്ഥന്, അതായത് ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ സ്കൂളിലെ HM അവധിയിൽ പോവുകയാണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള സീനിയർ അധ്യാപകന് അന്നേ ദിവസം ആ സ്ഥാപനം നടത്തിപ്പിനുള്ള ചുമതല കൈമാറണമെന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ 7 അധ്യാപകരും ഒരേ സമയം ഈ സമരത്തിന് പോകാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ കീഴ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഏറ്റവും സീനിയറായ തൊട്ടടുത്ത ഉദ്യോഗസ്ഥന് ഈ അധികാരം കൈമാറാൻ, HMന്റെ അധികാരം കൈമാറാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഈ സ്കൂൾ പൂട്ടി AEO ഓഫീസിൽ സ്കൂൾ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ച് സ്കൂളിന്റെ താക്കോലും ഏൽപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന്റെ അനൌദ്യോഗികമായ പ്രതികരണമാണെങ്കിലും അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ AEO ഓഫീസിനെ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു. സ്കൂൾ പൂട്ടി താക്കോലും കൈമാറിയിരുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഇത്തരം മെസ്സേജ് അയച്ചതെന്നും അദ്ദേഹം അവധിയൊന്നും അറിയിച്ചിട്ടില്ല. പക്ഷേ അധ്യാപകരുണ്ടാകില്ല, അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളാണ്, അവർ അങ്ങോട്ടേക്ക് എത്തി വെറുതെ ബുദ്ധിമുട്ടി തിരിച്ചു പോകേണ്ടതില്ല എന്നുള്ളതിനാണ് അങ്ങനെ ഒരു കാര്യം അധ്യാപകരുണ്ടാകില്ല എന്ന് അറിയിച്ചത് എന്നതാണ്. പക്ഷേ അത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രധാന അധ്യാപകന് സസ്പെൻഷൻ.